ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമുക്കൊരു ഫിലിമിനെ കുറിച്ച് തന്നെ പറയാം. തമന്ന ഭട്ടിയ ഇന്ന് തന്റെ പേജിൽ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് ബാഹുബലി ഇറങ്ങിയിട്ട് ഇന്ന് 9 വർഷം കഴിഞ്ഞിരിക്കുകയാണെന്ന് അറിഞ്ഞത്. തമന്ന അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോസ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 9 വർഷം മുമ്പ് ഇറങ്ങിയ ഈ ചിത്രത്തിലെ തന്റെ കഥാപാത്രവും അതിലൂടെ തനിക്കുണ്ടായ മാറ്റങ്ങളുമാണ് ആ വീഡിയോയിലൂടെ തമന്ന എഴുതി അറിയിച്ചിരിക്കുന്നത്. തമന്ന അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, 9 വർഷം മുമ്പ് എസ് രാജമൗലിയോടൊപ്പം പ്രവർത്തിക്കുക എന്നത് തന്റെ ഒരു സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അമേസിംഗ് ആയിട്ടുള്ള അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഭാഗമാകുക എന്നത് രസകരം മാത്രമല്ല, ഒരു പ്രധാന പഠനാനുഭവം കൂടിയായിരുന്നുവെന്ന് തമന്ന പറയുന്നു. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി ബിഗിനിങ്ങിൽ ഒരു ഭാഗമാകാനുള്ള തന്റെ ഭാഗ്യം ഞാൻ എന്നും വിലമതിക്കുന്നത് തന്നെയാണ്. കൂടാതെ പ്രേക്ഷകരായ നിങ്ങളുടെ സഹകരണവും ഈ സിനിമയ്ക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും ഞാൻ അന്നും ഇന്നും എന്നും നന്ദിയുള്ളവളായിരിക്കുമെന്നും തമന്ന പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 വർഷത്തിന് ശേഷവും തമന്ന അറിയപ്പെടുന്നത് ബാഹുബലിയിലെ 2 ഡാൻസ് സീനുകളിൽ കൂടിയാണെന്നുള്ളത് സത്യമാണ്. പ്രഭാസിന്റെ കൂടെ ഉള്ള ഒരു ഡാൻസും ആദ്യം പ്രഭാസിന് ഒപ്പം ആതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്തതുമായ ആ പാട്ടുരംഗങ്ങളാണ് ഇന്നും തമന്നയെ ഫിലിം ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ കാരണം. ഞാൻ ഇതോടൊപ്പം തന്നെ തമന്നയുടെ കുറെ ക്ലിപ്പുകളും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഫിലിമിൽ. എന്നാൽ ഇന്നത്തെ ആ തമന്നയുടെ മാറ്റവും നമുക്ക് കാണാം. 9 വർഷത്തിന് ശേഷമുള്ള തമന്നയുടെ ചില ഫോട്ടോകളാണ് ഞാൻ ഇതിന്റെ അവസാനം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ബാഹുബലി എന്ന സിനിമ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി പുറത്തിറങ്ങിയിട്ട് ഇന്ന് 9 വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ എല്ലാം അറിയിക്കും. ഈ വീഡിയോയുടെ അഭിപ്രായവും കമന്റും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.